ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടും നോമ്പും നമ്മുടെ പെരുന്നാളും ഒക്കെ ആവാറല്ലേ, അപ്പോൾ എല്ലാത്തിനും കൂടി പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സേമിയ കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാനിലേക്ക് കുറച്ച് നെയ്യ്, 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സേമിയാണ് എടുത്ത് കൊടുക്കുന്നത്. സേമിയ എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ടുള്ളതല്ല, അത്യാവശ്യം നമ്മൾ പായസത്തിന് എടുക്കുന്ന സേമിയല്ല, ആ ഒരു സേമിയം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഈ ഒരു നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ. പിന്നെ നമ്മൾ വറുത്ത സേമിയ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒന്ന് ചെറുതായിട്ട് നെയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ടേസ്റ്റ് കൂടും. അങ്ങനെ ഇതാ നല്ലപോലെ ഈ ഒരു രീതിയിൽ ഒന്ന് കളർ മാറി കിട്ടുന്നവരെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 കപ്പ്, എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. അതിലേക്ക് 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/3 കപ്പ് അളവിൽ പഞ്ചസാര, അതായത് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലായിട്ട് കേട്ടോ, ആ ഒരു അളവിലാണ് പഞ്ചസാര ഇട്ടിട്ട്. മധുരം നിങ്ങൾക്ക് നോക്കി ഇട്ട് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ, സേമിയ ഒരു പകുതിയോളം ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കസ്റ്റാർഡ് മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വെനില ഫ്ലേവറിലുള്ള എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയും കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാല് തിളക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതവിടെ റെഡിയാക്കി വെക്കട്ടെ, എങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങ് മിക്സാക്കിയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പാലും സേമിയൊക്കെ സേമിയ ഏകദേശം ഒരു പകുതി വെന്തിട്ടുണ്ട്, പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പകുതി വെന്ത സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് മിക്സില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ നേരത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് ഊറി നിൽക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം പതുക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കുകയും വേണം, കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ ഒരു സേമിയയും കസ്റ്റാർഡും ഒക്കെ വേവാനുണ്ട്, അതുകൊണ്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ സേമിയയും കസ്റ്റാർഡ് മിക്സൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം സേമിയയും നന്നായിട്ട് വെന്തിട്ടുണ്ട്, കസ്റ്റാർഡ് മിക്സും വെന്ത് വരണം കേട്ടോ, എങ്കിലേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ചൊക്കെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കസ്കസ് ഞാൻ 5-10 മിനിറ്റ് മുന്നേ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉറുമാമ്പഴം ഒരു 2-3 ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉറുമാമ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം ഒരേ അളവ് തന്നെ, പിന്നെ ഇങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറുത്ത ഉണക്കമുന്തിരിയില്ലേ, അതും കൂടി കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ ഞാനിത് ഇങ്ങനെയല്ല കഴിക്കുന്നത്, ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ തണുപ്പിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കണമെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ തണുപ്പ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുടിച്ചേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഡ്രിങ്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണേ കുടിക്കുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് തിക്കാകും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല, ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു അളവ് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്